അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ലേഗി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഇതാ 1.5 കിലോ ചെറിയ ഉള്ളി നന്നായി ഉലിഞ്ഞ് കഴുകിയിട്ട് വെച്ച കുക്കറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന. ഇവിടെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം നാട്ടിൽ മഴയുണ്ടാ ഒന്ന് കമൻറ്റിൽ പറയട്ടാ. അതിലേക്ക് ഇതാ 1/2 കിലോ ഈത്തപ്പഴം. അത് ഞാൻ കുരു എടുക്കണം. അത്രേ ഞാൻ ഫസ്റ്റ് തന്നെ 2 കിലോ കുരു എടുത്ത് നിങ്ങളെ കാട്ടിക്കാം. കഴുകിയിട്ട് വെച്ച മാത്രം. ഇങ്ങനെ കുരു എടുത്തിട്ട് നമുക്ക് ഈത്തപ്പഴം എല്ലാം കുക്കറിലേക്ക് ഇടാം. എടുത്തതിന് ശേഷം നമുക്ക് വേണം. അങ്ങനെ ഈത്തപ്പഴം നന്നായി ഉലിഞ്ഞ് ഞാൻ ഉള്ളിനപ്പുറം ഇട്ടിട്ടുണ്ട്. ഇത് 200 ഉണക്ക മുന്തിരിങ്ങ കഴുകിയിട്ട് വെച്ചതാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. മുന്തിരിങ്ങൻ്റെതെല്ലാം അറിയാമല്ലോ, ചെറിയ ഉള്ളിൻ്റെയും മുന്തിരിങ്ങൻ്റെയും നമ്മുടെ ശരീരത്തിൽ എത്ര പോരം പോയാൽ അത് അത്രയും ഗുണകരമാണ് നമുക്ക് എല്ലാത്തിനും. ഞാനെന്തായാലും 3 തേങ്ങൻ്റെ പാലെടുത്തിന്. ഫസ്റ്റത്തെ പാലിതാ, അത് നമുക്ക് ഇപ്പം ആവശ്യമില്ല. രണ്ടാമത്തെ പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് അടുപ്പത്ത് വെക്കുന്നത്. രണ്ടാമത്തെ പാൽ മുഴുവനും ഞാൻ ഒഴിച്ചു. അതിലേക്ക് ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, നല്ല ഉണക്ക് മഞ്ഞൾ നമ്മൾ മേടിച്ച് കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇനി ഒരു 3 പിസിൽ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് അടുപ്പിൽ വെക്കാം. നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെക്കാം. ഒരു 3 വിസിൽ അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാട്ടിക്കഴിയും. ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ ഇത് വെള്ളം ഉരുക്കാനുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഉരുക്കാനുണ്ട്. ഇത് 1/2 കിലോ വെള്ളമാണ് ഞാൻ എടുത്ത്. ഇതാ 4 ആണി വെള്ളം, 1/2 കിലോ വെള്ളം. അത് നല്ലോണം ഉരുകട്ട് ഇത് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ വെള്ളം നന്നായി ഉരുകിയിട്ടുണ്ട്. എന്ന് നമുക്കിത് അരിച്ചെടുക്കാം. നമ്മളെ വെള്ളം നന്നായി ഉരുകി മാറ്റി വെച്ച് ഇനി നമുക്കത് അരിച്ചെടുക്കണം. നമുക്ക് പൊടിയുണ്ടെങ്കിലോ എന്നറിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കല്ലും പൊടിയായിട്ടുണ്ട്. കണ്ടാ പൊടി, കണ്ട കല്ലും പൊടി. ഇനി നമുക്കിത് നന്നായി തണിയിട്ട് അങ്ങനെ നമുക്കിത് ഈത്തപ്പഴവും പിന്നെ ചെറിയ ഉള്ളിയെല്ലാം ബന്ധമെന്നൊന്ന് നമുക്ക് നോക്കാം. ഇല്ല, നന്നായി വെന്തിട്ടുണ്ട്. ഇല്ല, നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ചെയ്യാം. നല്ല ഉണക്ക് മുന്തിരിങ്ങയും ഇതെല്ലാം നല്ല മണം. ഈത്തപ്പഴത്തിൻ്റെ ഇല ചെറിയ ഉള്ളിയുടെ നല്ല മണമാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കുറുകിയിട്ട് വരണം. എന്നിട്ട് വേണം നമുക്ക് ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറുകി വരട്ടി. ഞാനിതാ ഫസ്റ്റ് എടുത്ത് വെച്ച 1-ാം പാൽ നല്ല ഇതിലൊന്ന് കുറുകി വരട്ടി. ഇത് നമുക്ക് നല്ലോണം വറ്റിച്ചെടുക്കാനുണ്ട്. ഇത് കുറുകി വന്നതിന് ശേഷം നമുക്ക് കാണാം. ഞാൻ 1/2 കിലോ വെള്ളം ഇതിൽ കൂട്ടിയിട്ടുണ്ട്. ആ കൂട്ടുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വെള്ളം കൂട്ടിയിട്ട് നന്നായി ഒന്നിത് ഇളക്കാം. അതിലേക്ക് ഞാനിതാ ബദാം പൊടിച്ചത് 200 ഗ്രാമാണ്. അണ്ടിപ്പരിപ്പ് പൊടിച്ചത് 200 ഗ്രാം. നന്നായി ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് വറ്റി വരുമ്പോഴാണ് നമുക്ക് നെയ്യിടേണ്ടത്. ഇതൊന്ന് വറ്റി വരണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ലതാണ് കഴിക്കാൻ. നന്നായി ഒന്ന് ഇത് ഇളക്കണം. ലേഗി ആവണമെങ്കിൽ ഇനി കുറേ സമയം വേണം. എന്തായാലും ഇത് വരണ്ട് ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് ഇത്
വേഗം ആവണ്ടേ, കുറേ സമയം പിടിക്കും ഇത് ആവാൻ വേണ്ടിയിട്ട്. ഇത് വറ്റി വരണം. ഒരു സ്പൂണും കൂടി നെയ്യിടാം നമുക്ക്. ഇങ്ങനെ തുള്ളുന്നുണ്ട ഈ പിന്നെ ഇത് ഉള്ളിൻ്റെതാണത്, ഈ ഉള്ളി പൊട്ടും. ഒരു സ്പൂണ് നെയ്യും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വറ്റുമ്പോൾ അത് കട്ടയായിട്ട് വരുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കണ്ടു. അപ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളെ ലേഗി ഇവിടെ റെഡിയായി. ഇനി ഇതിപ്പോൾ മാറ്റി വെച്ചാൽ നല്ല കുറുകിയിട്ട് കിട്ടും നമുക്ക്. ഇതിലേക്ക് ഞാനിതാ 2 സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്. നേരത്തെ നമ്മൾ 1 സ്പൂണും കൂടി ഇട്ടില്ല, ഇപ്പോൾ 2 സ്പൂണും കൂടി ഇട്ട് ഇങ്ങനെ പൊട്ടുന്നു. നമുക്ക് വരണിയിലാക്കുന്നത് കാണാം. നമുക്ക് വരണിയിലാക്കുന്നത് കാണാം കേട്ടോ. അങ്ങനെ നമ്മളെ ലേഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വരണിയിലൊന്ന് ആക്കാം. കുറച്ച് കോരിയിട്ട് നമുക്ക് വരണിയിലേക്കൊന്ന് ആക്കാം. ഇങ്ങനെ നമ്മളെ വരണിയിലിതാ നിറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട് ബാക്കി, അത് അവിടെ നിൽക്കട്ട് വിചാരിച്ച് വേറൊരു ചെറിയൊരളവിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല രസമാണ് തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം, ഷെയറാക്കി കൊടുക്കാൻ മറക്കരുത്. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അസ്സലാമു അലൈക്കും.